ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കാസർഗോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അറബിക് സ്പെഷ്യലായ യമൻ മന്തിയും മദബിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റംസാനൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് മന്തിയും മദബിയും ഒരുമിച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ പകുതി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ 3 ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ മദബിക്ക് വേണ്ടി അരച്ചെടുത്ത പേസ്റ്റിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര്. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളത് കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മന്തിക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിക്കൻ്റെ സ്കിൻ എടുത്തിട്ടില്ല. ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റിൻ്റെ പകുതി നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു ബൗളെടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് 2 ഡ്രോപ്സ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. ജസ്റ്റ് ബട്ടർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ സാഫ്രോൺ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോയിൽ ചെയ്തെടുക്കുക. ഇനി അതിലോട്ട് 2 പട്ട, 8 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പു, 2 ബേ ലീവ്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. അപ്പം ഞാൻ മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കുഴിയുള്ള പാത്രത്തിലാണ്. അതിൽ ഞാൻ 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മന്തിയുടെ ചിക്കൻ വേവിച്ചെടുക്കുക. ഇനി മദബിക്കുള്ള ചിക്കൻ നമുക്ക് ചാർക്കോൾ രൂപത്തിലാണ് വേണ്ടത്. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ആക്കിയ ശേഷം ഒരു ചൂടായ പാനിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ആദ്യം കുറച്ച് വലിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മന്തിയുടെ ചിക്കൻ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ മന്തിയുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് മന്തിയുടെ ചിക്കനിലോട്ടേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം 3/4 വേവായപ്പോൾ റൈസ് ഊറ്റി വെച്ചതാണ്. പിന്നെ നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഇത്തിരി ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടി മാത്രമാണിത്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ച് മദബിയുടെ ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ബൗൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു ചാർക്കോൾ പീസ് എടുത്ത് കത്തിച്ച് കനലാക്കിയ ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ബൗളിലിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് മൂടി വെക്കുക. ഇനി നമുക്ക് ഒരു 20-25 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മന്തിക്കുള്ള ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു വലിയ തക്കാളി, ഒരു പീസ് വെളുത്തുള്ളി, പിന്നെ എരിവിനുള്ള പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി മദബി ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മദബിക്കുള്ള ചിക്കൻ മോക്കി സ്മെല്ലൊക്കെ വന്ന് നല്ല ചാർക്കോൾ ടൈപ്പ് ആയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക.
ഇഷ്ടമായ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ കീപ് വാച്ചിങ്.